ഇല്ല സ്ഥലമില്ല. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? എന്നാ ഭംഗിയല്ലേ രാവിലെ കാണാൻ. ചെമ്പു അമ്മേ, കിട്ടിയില്ല. ഹായ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് ഡേ ഇൻ ജയ്പൂർ. ജസ്റ്റ് ഒരു 2 day ട്രിപ്പ് പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടി അങ്ങനെ 2 ദിവസം ഒപ്പിച്ചങ്ങ് വന്നതാണ്. നമ്മളിപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അതിനു മുന്നേ എന്താ പറയുക, വണ്ടി ഇവിടെ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോകാനായിട്ട് നമ്മൾ വണ്ടി റെൻറ്റിന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരാളെ കാണാൻ വേണ്ടി വന്ന വണ്ടി റെൻറ്റിന് കിട്ടുന്നപ്പോൾ പരിചയമൊക്കെ കുറവാണ്. അപ്പോൾ തപ്പിപ്പിടിച്ച് ഓരോരുത്തരോടൊക്കെ ചോദിച്ചിട്ട് നമ്മളൊരു മോള് പോലത്തെ ഒരു സ്ഥലത്ത് അതിൻ്റെ ബേസ്മെൻറ്റിൽ ഇങ്ങനെ വണ്ടി റെൻറ്റിന് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് അവിടെ വന്നതിൻ്റെ പേരുന്ന മൻസരോവർ പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു കൈൻഡ് ഓഫ് എ മോൾ. അപ്പോൾ അവിടെ വന്ന് ഇനി വണ്ടി റെൻറ്റിന് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. സോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ വീഡിയോ ഞാൻ എടുക്കാം. ഇവിടെ തണുപ്പ് ഭയങ്കര കേട്ടോ. ഞാൻ ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കാറിൽ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അത്ര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് ഇപ്പം വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇങ്ങനെ ഐസ് പോലെ ആവുകയാണ്. എനിക്കൊരു പാവ് ബജി. നിങ്ങൾക്ക് എന്താ വേണ്ടേ? കൊണു കൊണു എന്താ കഴിക്കുന്നേ? പട്ടിയല്ല, പാറ്റീസ്. ഇതാണ് ഇപ്പൊ സ്വീറ്റ് കോൺ പാറ്റി. ഇതല്ലേ നീ ഉദ്ദേശിച്ചേ കൊണു? ഇതല്ലേ ഇത് നമ്മുടെ പഫ്സ്, സ്വീറ്റ് കോൺ പഫ്സ്. എനിക്കറിയില്ലല്ലോ. ഇവിടുത്തെ പോഹ ഉണങ്ങിയ സാധനം നമുക്കായിരുന്നടാ. എനിക്കൊരു സ്പൂൺ കൂടെ വായിൽ വെച്ചതാ. ഈ വരില്ല. This is my pav bhaji from Jaipur. അങ്ങനെ we started exploring the pink city. ആദ്യം നമ്മൾ സിറ്റി പാലസിലേക്കാട്ടോ പോയത്. ആക്ച്വലി ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് തന്നെ ഈ സിറ്റി പാലസിന് പറയാട്ടോ. എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചധികം ടൈം എടുത്താലേ നമുക്കിത് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. റെഡ് സാൻഡ് സ്റ്റോൺസും വൈറ്റ് മാർബിളും കൊണ്ടാണ് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുഗൾ, രാജ്പുത് ആൻഡ് യൂറോപ്യൻ ആർക്കിടെക്ചറിന്റെ ഒരു ടച്ച് ഈ പാലസ് കംപ്ലീറ്റ് ഉണ്ട്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ എന്തോ ഇവന്റ് ഒക്കെ നടക്കാൻ പോകുന്ന ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പാലസിന്റെ ഉള്ളിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടത്. പിന്നെ അതിനുള്ളിൽ ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ രാജാക്കന്മാരുടെ ഡ്രസ്സും വെപ്പൺസ് ഒക്കെ നമുക്ക് അതിലൂടെ കാണാം. വീഡിയോഗ്രാഫി അലോഡ് അല്ലാത്തതുകൊണ്ട് എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ജയ്പൂരിന്റെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയൊരു മാർക്കറ്റ് പോലെ ഉള്ള ഒരു സെറ്റപ്പും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഓടി നടന്ന സ്ഥലങ്ങൾ കാണുന്നതിനോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് മെല്ലെ ടൈം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് കണ്ടു തീർത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയത്. This is Jantar Mandir, the famous astronomical observatory. സിറ്റി പാലസിനോട് ചേർന്നാട്ടോ ഇതുള്ളത്.
ഇറ്റ്സ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ജന്തർ മന്ദർ എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണേ. ജന്തർ എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് മന്ദർ ഈസ് കാൽക്കുലേഷൻ. പണ്ടത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് നക്ഷത്രങ്ങളെയും പ്ലാനറ്റ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്യാനും ടൈം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഓൾമോസ്റ്റ് 19 ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ ഉണ്ട്. ആൻഡ് ദ മോസ്റ്റ് നോട്ടബിൾ ഫീച്ചർ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സ്റ്റോൺ സൺഡയൽ. എന്താ അല്ലേ, ഗൂഗിളും ഫോണും വാച്ചും ക്ലോക്കും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അവർ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും കറക്റ്റായിട്ട് അത് വർക്കിങ്ങുമാണ്. എനിക്കിതെല്ലാം അത്ര അടുത്ത് കണ്ടപ്പം ഭയങ്കര അത്ഭുതമായിട്ടാട്ടോ തോന്നിയേ. അതിനുശേഷം ഞങ്ങൾ ഹവാ മഹൽ കാണാൻ പോയി. ഓ മൈ ഗോഡ്, ദ വ്യൂ അടിപൊളിയായിരുന്നു. എനിക്കതിൻ്റെ കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, എൻ്റെ ഫോൺ ചാർജ് ഇല്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി സൂപ്പർബ്. ഇനിയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ക്യാമൽ റൈഡ്. ആക്ച്വലി ഇത് ചെമ്പുവിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അവൾ അതിനു വേണ്ടി മാത്രമാണ് ജയ്പൂർ ട്രിപ്പ് വന്നത്. നമ്മളങ്ങനെ ഇന്റൻഷനലി ഇത് തിരക്കി പോയതൊന്നുമല്ല. നമ്മൾ പോകുന്ന റൂട്ടിൽ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇത് ചോദിച്ചു, അവരൊക്കെയും പറഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ ആ റൂട്ടിൽ കൂടെ ഒട്ടകത്തിന്റെ മേലെ ഇരുന്നങ്ങ് പോവാൻ. ഞാനും ചെമ്പും ഒരിക്കലും ഇത് മറക്കില്ല. കാരണം ഞങ്ങൾ അത്രയും എക്സൈറ്റഡും ഹാപ്പിയും ആയിരുന്നു ഇത് കിട്ടിയപ്പോൾ. ജയ്പൂരിലെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പോയത് ജൽമഹലിലേക്കാട്ടോ. ഇൻ ദ മിഡിൽ ഓഫ് മൻസാഗർ ലേക്ക് ദ പാലസ് അപ്പിയേഴ്സ് ടു ഫ്ലോട്ട്. എന്തൊരു മാജിക്കലല്ലേ ഇതൊക്കെ. The time we got to spend there was really, really wonderful. And we said a sweet good night to Jaipur by watching a sunset at Nagar Fort.